നമസ്കാരം. ജീവിതമോ അതോ മരണമോ എന്തെന്നറിയാതെ കിടക്കുകയാണ് യമൻ ജയിലിൽ നിമിഷ പ്രിയ. മോചനത്തിനായി സകല മാർഗങ്ങളും തേടുന്നുണ്ട്. ദയാധനം നൽകി നിമിഷയെ മോചിപ്പിക്കാനുള്ള ശ്രമവും ചർച്ചകളും ഇന്നും തുടരുമെന്നാണ് റിപ്പോർട്ട്. അതിനിടയ്ക്ക് തന്നെ നിമിഷ പ്രിയയുടെ വധശിക്ഷ നാളെയാണ് നടത്താൻ യമൻ സർക്കാർ തീരുമാനിച്ചത്. ആ ഒരു വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടായി. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം പറയുന്ന ആ ഒരു വാക്കിലാണ് നിമിഷയുടെ ജീവിതം ഇനി. വിവാഹശേഷം 2012 നിമിഷ പ്രിയ വീണ്ടും യമനിൽ നേഴ്സായി പോയത്. ഭർത്താവ് ടോമിയും യമനിൽ ജോലിക്കായി എത്തിയിരുന്നു. യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ പാർട്ണർഷിപ്പിൽ ക്ലിനിക് തുടങ്ങാനാണ് നിമിഷയുടെ ആ ഒരു തീരുമാനമാണ് നിമിഷയുടെ ജീവിതം കാരാഗൃഹത്തിലാക്കാൻ കാരണമായത്. ക്ലിനിക് ആരംഭിച്ച ശേഷം ഭർത്താവും മകളും നാട്ടിലേക്ക് വന്നെങ്കിലും ഇതിനിടയിൽ യമനിൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടതിനാൽ നിമിഷയ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് നിമിഷ യമൻ പൗരന്റെ കുരുക്കിൽ കുടുങ്ങിയത്. നിമിഷയും യമൻ സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയും തലാൽ അബ്ദുൽ മഹദിയുടെ ശാരീരികവും മാനസികവുമായ പീഡനത്തിന് ഇരയാവുകയായിരുന്നു. ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ തലാൽ പിടിച്ചെടുത്തു. ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് മയക്കുമരുന്ന് കുത്തിവെച്ച് പാസ്പോർട്ടുമായി നിമിഷയും യമൻ വനിതയും രക്ഷപ്പെട്ടത്. എന്നാൽ പോലീസ് പിടികൂടിയ ഇവരെ ജയിലിലടച്ചു. ഇതിനിടെ തലാലിന്റെ മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്നും വെട്ടിമുറിച്ച നിലയിൽ ലഭിച്ചതോടെ കൊലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യുകയായിരുന്നു. തലാലിനെ താൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് യമൻ വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താൻ നിമിഷയ്ക്ക് കഴിഞ്ഞില്ല. ഇതോടെയാണ് നിമിഷ പ്രിയയെ വധശിക്ഷയ്ക്കും യമൻ വനിതയെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചത്. ഇതിനെതിരെ നിമിഷ നൽകിയ അപ്പീൽ വിചാരണ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ യമൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയും അപ്പീൽ തള്ളി. ഇതോടെയാണ് നിമിഷയുടെ ജീവിതം തന്നെ അപകടത്തിലായത്. ഇന്ത്യക്ക് പുറത്ത് ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട ആദ്യത്തെ ഒരു വ്യക്തിയല്ല നിമിഷ പ്രിയ. നിമിഷ പ്രിയയുടെ മോചനത്തിനായി പലരും രംഗത്ത് വരുമ്പോൾ ഇതിനു മുമ്പ് മലയാളികൾ ഇത്തരത്തിൽ കൈകോർത്തത് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനു വേണ്ടിയായിരുന്നു. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിക്കുന്നത്. 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം. 2006 റഹീം ജോലിക്കായി സൗദിയിലെത്തിയത്. വീൽ ചെയറിലുള്ള അനസ് അൽ ഫായിസിന്റെ പരിചരണവും ഡ്രൈവിംഗുമായിരുന്നു റഹീമിന്റെ ജോലി. അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ അബദ്ധത്തിൽ റഹീമിന്റെ കൈ തട്ടുകയായിരുന്നു. ബാലന്റെ കുടുംബം റഹീമിനെതിരെ തിരിയുകയും പിന്നാലെ റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയുമായിരുന്നു. ഏറെക്കാലത്തെ അപേക്ഷകൾക്ക് ശേഷം 34 കോടി രൂപ ദയാധനം നൽകിയാണ് റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം പറഞ്ഞത്. ഇതോടെ മലയാളികൾ കൈകോർത്ത് പണം സ്വരൂപിച്ച് നൽകി. പിന്നാലെ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യുകയായിരുന്നു. അടുത്തതാണ് ബെക്സ് കൃഷ്ണൻ. അബുദാബിയിലെ മുസഫയിൽ വെച്ചുണ്ടായ ഒരു അപകടമാണ് തൃശൂർ പുത്തൻചിറ ചർവട്ട ബെക്സ് കൃഷ്ണന്റെ ജീവിതം തലകീഴായി മറിച്ചത്. 2012 സെപ്റ്റംബർ 7 സംഭവം. അബുദാബിയിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ബെക്സ്. ജോലി സംബന്ധമായി ബെക്സ് മുഫയിലേക്ക് പോകവേ ഉണ്ടായ കാർ അപകടത്തിൽ സുഡാൻ പൗരനായ കുട്ടി മരിച്ചു. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കിടയിലേക്ക് കാർ പാഞ്ഞു കയറി എന്നായിരുന്നു സാക്ഷിമൊഴി. നീണ്ട വിചാരണയ്ക്കൊടുവിൽ 2013 ബെക്സിന് വധശിക്ഷ വിധിച്ചു. അബുദാബിയിലെ അൽത്തവ ജയിലിൽ കഴിഞ്ഞിരുന്ന ബെക്സിനെ മോചനത്തിനായി കുടുംബം സാധ്യമായതെല്ലാം ചെയ്തു. എന്നാൽ നിരാശയായിരുന്നു ബലം. പിന്നാലെ മലയാളി വ്യവസായി MA യൂസഫ് അലി നടത്തിയ ഇടപെടലിൽ ബെക്സ് മോചിതനായി. അങ്ങനെ ഒരു സംഭവം നിമിഷ പ്രിയയും അവസാന നിമിഷം ജയിലിൽ നിന്നും മോചിതനായി തിരികെ നമ്മുടെ ഭാരതത്തിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.